അപ്പോൾ ഇത് നല്ലൊരു വിധിയായിട്ടാണ് തോന്നുന്നത്. തീരുമാനം നല്ലതാണ്, പക്ഷേ അത് ഒരു സർക്കാർ മാത്രം വിചാരിച്ചാൽ നടക്കുന്നതല്ല. രാത്രി കാലങ്ങളിലെ ഗുണ്ടയെന്ന് പറയുന്ന തെരുവുനായ്ക്കളാണ്. രാജ്യത്ത് തെരുവുനായ്ക്കളുടെ എണ്ണം അനിയന്ത്രിതമായി കൂടുകയും തെരുവുനായ ആക്രമണങ്ങൾ ഉയരുന്ന സാഹചര്യത്തിലുമാണ് സുപ്രീം കോടതിയുടെ നിർണായക തീരുമാനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും പൊതുവിടങ്ങളിൽ നിന്ന് തെരുവുനായ്ക്കളെ നീക്കം ചെയ്യാൻ സംസ്ഥാന സർക്കാർ ഇടപെടണമെന്നുള്ളതാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ഈ വിഷയത്തിൽ എന്താണ് പൊതുജനത്തിന് പറയാനുള്ളതെന്ന് കേൾക്കാം. നമ്മൾ ദിവസവും കാണുന്ന വാർത്തകളില്ലേ, തെരുവ് പട്ടികൾ കുട്ടികളെ ഓടിച്ചിട്ട് കടിക്കുന്നതും വീട്ടിൽ കയറി കടിക്കുന്നതും ഒക്കെ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. അപ്പോൾ ഇത് നല്ലൊരു വിധിയായിട്ടാണ് തോന്നുന്നത്. സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നേരിട്ട് നടത്തിയാൽ അത് ചെയ്യാവുന്നതേ ഉള്ളൂ. ആക്രമണ ടെൻഡൻസിയുള്ള ഇതിനൊക്കെ ഈ ഇഞ്ചക്ഷൻ കൊടുത്ത് സംരക്ഷിക്കുന്ന സ്ഥലങ്ങളുണ്ട്, അങ്ങനെയൊക്കെ മാറ്റിയ. തെരുവുനായ വലിയ ഉപദ്രവമാണല്ലോ. ഇപ്പം കുട്ടികൾക്കും സ്ത്രീകൾക്കും ഒന്നും നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പ്രത്യേകിച്ച് വയസ്സായ ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഒറ്റപ്പെട്ട് വരുന്ന ആൾക്കാരാണ് അത് കൂടുതൽ അറ്റാക്കുന്നത്. കാരണം തിരിച്ച് ഒരു പ്രതികരണം ആൾക്കൂട്ടമുണ്ടെങ്കിൽ ആക്രമിക്കുന്നില്ല, ഒറ്റയ്ക്ക് വരുന്നവരാണ്. അപ്പോൾ വയസ്സായവർക്കും കുട്ടികൾക്കും പ്രത്യേകിച്ച് സ്ത്രീകൾക്കും ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കാനുള്ള വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അതിന് ഇപ്പോൾ വാക്സിനും ക്ഷാമമാണ്, വാക്സിന് ശരിക്കും എഫക്റ്റീവ് ആവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ കെയർ ചെയ്യേണ്ട ഒരു ആവശ്യമാണ് തോന്നുന്നു. ഈ നായ്ക്കളെ തെരുവ് നായ്ക്കളാക്കാതെ തന്നെ മാറ്റേണ്ട ഒരു സംവിധാനമാണ് സർക്കാരായാലും ബാക്കി സംവിധാനങ്ങളും ചെയ്യേണ്ടത്. അതായത് ഇത് ഒരു നായും തെരുവ് നായായിട്ടായിരിക്കില്ല വരുന്നത്. നമ്മൾ നായ്ക്കളെ വളർത്തുമ്പോൾ അതിന് പ്രത്യേകിച്ച് ലൈസൻസ് കൊടുക്കുകയും ആ ലൈസൻസ് വെച്ച് തന്നെ നായ്ക്കളെ നമ്മൾ സംരക്ഷിക്കാനുള്ള എല്ലാ ഉടമകൾക്കും അതിൻ്റെ ബാധ്യതയുണ്ട്. ആ ക്ലിയർ ചെയ്ത് പോകുന്നതിനായിരിക്കും നല്ലത്. തീരുമാനം നല്ലതാണ്, പക്ഷേ അത് ഒരു സർക്കാർ മാത്രം വിചാരിച്ചാൽ നടക്കുന്നതല്ല. സമൂഹം എന്നുള്ള നിലയ്ക്ക് എല്ലാവരും അതിൽ ബന്ധപ്പെട്ടെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. സുപ്രീം കോടതി വിധി എന്ന് പറഞ്ഞാൽ നല്ല കാര്യമോ. നായ്ക്കൾ കൂടുതലല്ല, കുട്ടികളെ കടിക്കുന്നുണ്ട്, വലിയ പ്രശ്നമാണ്. രാത്രി കാലങ്ങളിൽ ആൾക്കാർക്ക് സഞ്ചരിക്കാനോ പറ്റുന്നില്ല, എല്ലാ പ്രദേശത്തും ഉണ്ട്. രാത്രി കാലങ്ങളിലെ ഗുണ്ടയെന്ന് പറയുന്ന തെരുവുനായ്ക്കളാണ്. ഒരാൾക്ക് ഒരു സ്ഥലത്ത് പുതുതായിട്ട് വരാകില്ല, വന്നു കഴിഞ്ഞാൽ ഇത് ആക്രമിക്കും. ആഹാരം ഇല്ലാത്തതുകൊണ്ട് കന്നുകാലികളെ കിട്ടുന്ന കന്നുകാലികളെ ആക്രമിക്കുന്നുണ്ട്, കൊച്ചു പിള്ളേരെ ആക്രമിക്കുന്നുണ്ട്. ഇതാര് ചെയ്യേണ്ട? ഇത് അതേ സ്ഥലങ്ങളിലുള്ള പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്ത്, കോർപ്പറേഷനിൽ സർക്കാർ അതിന് മുൻകൈയെടുത്ത് ചെയ്യണം. അത് ഏത് സർക്കാരും നമുക്ക് ഇത്രയും സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇത്രയും സമയം ഏത് സർക്കാർ അത് ചെയ്തിട്ടുണ്ട്? ഒരു സർക്കാരിനെ പറഞ്ഞു, ഒരു സർക്കാരിനെ പറഞ്ഞു. അവൻ ഒന്നീ ഇതിനെ പിടിച്ച് കൊല്ലണ്ട, അല്ലാതെ ഒരുപാട് ചെയ്യാനുള്ള ശാസ്ത്രീയമായിട്ടുള്ള രീതികളൊന്നും നമ്മുടെ നാട്ടിലുണ്ട്. ആ രീതിയിൽ ചെയ്യുക, അതാണ് ചെയ്യേണ്ടത്. അതാര് നടപ്പിലാക്കാൻ മനുഷ്യനും തന്നെ പട്ടികക്കാലം കൂടുതലായിട്ട് മനുഷ്യൻ അലയുന്നുണ്ട് തെരുവിൽ. ഒരു നേരത്തെ ആഹാരം പോലും ഇല്ലാത്തത്. അത് നമ്മൾ ഈ ആട്ടോ ഓട്ടിക്കുന്നതുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ മനുഷ്യൻ്റെ ജീവിതം നമുക്കറിയാൻ സാധിക്കും. പലരും ആഹാരം കൊണ്ട് കൊടുത്ത് കഴിയുന്ന മനുഷ്യർ ഒരുപാടുണ്ട്. അത് പട്ടികക്കാലം കേവലമാണ് മനുഷ്യൻ്റെ അവസ്ഥ, മനസ്സിലായില്ലേ? അപ്പോൾ ഈ പട്ടികളെ വന്ധീകരണം ചെയ്തു കഴിഞ്ഞാൽ അത് രണ്ടാമത് അംഗസംഖ്യ കുറയും. അതാരും ചെയ്യുന്നില്ല. സുപ്രീം കോടതിയുടെ ഈ തീരുമാനം പ്രായോഗിക തലത്തിൽ നടപ്പിലാകാൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ പലരും ആശങ്കകൾ പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും പൊതുവിടങ്ങളിൽ നിന്ന് തെരുവ് നായ്ക്കളെ മാറ്റണമെന്നുള്ള കാര്യത്തിൽ പൊതുജനങ്ങളും ഉറച്ചു തന്നെയാണ്. വീഡിയോ ജേർണലിസ്റ്റ് സച്ചിൻ ചന്ദ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ ഗോകുൽനാഥ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.